വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ മൈൻക്രാഫ്റ്റിന്റെ 4th എപ്പിസോഡായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ഗെയിമിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ രാത്രിയാണ്, മോപ്പൊക്കെ അവിടെ സ്കെൽറ്റ് നടക്കണ പോലെ തോന്നി. നമുക്ക് കിടന്ന് ഉറങ്ങിയേക്കാം. നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. നമ്മുടെ ഈ കുറച്ച് വൂളുണ്ട്. ആ വൂള് കൊണ്ട് നമുക്ക് കുറച്ച് മാറ്റ് ഉണ്ടാക്കിയേക്കാം. മാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ വീടിൻ്റെ അടിയിൽ നമുക്ക് മറ്റേ തറ വേണ്ടേ, അതിന് മാറ്റ് എടുക്കാം. അതാണ് നല്ലത്. അത് അയൺ മാറ്റ് ആയിരുന്നു. നമുക്ക് വൂളിൻ്റെ മാറ്റ് തന്നെ വേണം. അയണിൻ്റെ മാറ്റ് ഉണ്ടാക്കി നമ്മളെങ്ങാനും പിന്നെ അയണിൻ്റെ മാറ്റൊന്നും ആവശ്യമില്ല, വൂള് മതി. എനിക്ക് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് അറിയത്തില്ല വൂളിൻ്റെ മാറ്റ്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഉണ്ടാക്കി ഗൈസ് നമ്മൾ അതവിടെ വെച്ചേക്കാം. അല്ലെങ്കിൽ വേണോ? അല്ല വേണ്ട ഗൈസ്, ഈ വെള്ള കളർ വന്നാൽ ബോറിങ്ങാണ്. അപ്പോൾ നമുക്ക് അടുത്ത മരം തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് വേഗം ഇത് നമ്മളിവിടെ 2 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മറ്റേ ഫർണസ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് സ്റ്റോൺ കിട്ടി. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ കട്ട് ചെയ്യാൻ വെച്ചേക്കാൻ നല്ല രസമാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ അതില്ല ഗൈസ്. ഓക്കെ, നമുക്ക് വേഗം അങ്ങോട്ട് നടന്നു പോയി കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാം. ഞാൻ പറഞ്ഞ കട്ട് ചെയ്യാൻ വെച്ചേക്കുമ്പോൾ എന്ത് രസമാണ് ഗൈസ്. നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്തിട്ട് കാണാം ഗൈസ്. ലക്ക് എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ലക്ക്. സ്റ്റോൺ മൈൻ ഇച്ചിരി മറ്റേ കോപ്പിൾ സ്റ്റോൺ അല്ല, കോപ്പിൾ ഡീപ്പ് സ്ലൈറ്റ് മൈൻ ചെയ്യാൻ പോയതാ ഗൈസ്. ഇവിടെ നിന്ന് കുറേ ഡീപ്പ് സ്ലൈറ്റ് മറ്റേ ഗോൾഡ് കിട്ടി. ഓ ദേ ഇവിടെ ഇനിയും തീരുന്നില്ല. ഓ കുറേ കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓ ഇത്രയെങ്കിലും കിട്ടിയല്ലോ, ഭാഗ്യം. ഓക്കെ, അതിന് മേളിൽ മറ്റേ ബ്ലൂ കളർ സ്റ്റോൺ ഉണ്ട്, നമുക്ക് അതും കൂടി മൈൻ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് അയണും കൂടി കിട്ടി നമുക്ക്. ഇവിടെ കയറി ഇന്ന് ഫുള്ളും മൈൻ ചെയ്യാം. ഇതിൻ്റെ അകത്തോട്ടും ഉണ്ടല്ല. ഇതിൻ്റെ യൂസ് എനിക്ക് മറ്റേ ഈ ഡൈ ഉണ്ടാക്കാനും പറ്റും. പിന്നെ നമ്മുടെ എൻചാൻറ്റിങ് ചെയ്യുമ്പോഴത്തേക്കും അതിന് വേണ്ടേ ഇത്. എനിക്ക് അങ്ങനെ അതിന് വേണമെന്ന് തോന്നുന്നു എൻചാൻറ്റിങ് ചെയ്യാൻ. ഓക്കെ, ഞാൻ കുറേ വീഡിയോസിലൊക്കെ എൻചാൻറ്റിങ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ലീഫ് വെക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ കുറേ ഡീപ്പ് സ്ലൈറ്റ് ഉണ്ട് ഗൈസ്. അത് കുറേ ഞാൻ മൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തി. നമുക്ക് കിട്ടിയ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഗോൾഡ് കിട്ടി, പിന്നെ മറ്റേ ഇല കിട്ടി, പിന്നെ ഗ്ലോ ഇങ്ക് കിട്ടി. ഗ്ലോ ഇങ്കിൻ്റെ യൂസ് എന്താണെന്ന് എനിക്ക് അറിയാൻ മേല ഗൈസ്. ഓക്കെ, കണ്ട അതാണ് സാധനം. അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. സ്മെൽറ്റ് ആയില്ല. നമുക്ക് ഇച്ചിരി വുഡും കൂടി വെച്ച് ആ സ്റ്റോൺ ഫുള്ളും സ്മെൽറ്റ് ആക്കി എടുക്കാം. നമ്മൾ വരെ കട്ട് ചെയ്യാൻ നേരത്തെ ചെസ്റ്റ് വെച്ചില്ലല്ലോ, ചെസ്റ്റിലോട്ട് വെച്ചേക്കാം. ഓക്കെ, നമുക്കിത് 2 സ്റ്റാക്ക് വേണ്ടി വരുമെന്ന് തോന്നുന്നു. 2 സ്റ്റാക്ക് ഇരിക്കട്ടെ, ഒരു സേഫ്റ്റിക്ക് 2 സ്റ്റാക്ക് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റാക്ക് വേണ്ടെങ്കിൽ നമുക്ക് വേറെ ബിൽഡിങ്ങിലൊക്കെ അതിൻ്റെ ആ ഒരു സ്റ്റാക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് കുറേ ഇതിന് പോകാം, മറ്റേ വുഡൊക്കെ എടുക്കാൻ പോകണം. അല്ലെങ്കിൽ ഈ പാർട്ടി തന്നെ നമുക്ക് പോകാം വുഡ് എടുക്കാൻ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇത് മുഴുവൻ അങ്ങ് മുറിച്ചേക്കാം. ആക്സ് എടുക്കട്ടെ, അങ്ങ് മുഴുവൻ മുറിക്കണം. നമുക്ക് കുറേ ബ്രിഡ്ജൊക്കെ വേണം. ബ്രിഡ്ജ് അല്ലേ, ഇനി മരത്തിൻ്റെ പേരൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല ശരിക്കും. എനിക്ക് മരത്തിൻ്റെ പേര് ശരിക്കും നന്നായിട്ടൊന്നും അറിയത്തില്ല. ഇത് ബ്രിഡ്ജ്. പിന്നെ നമുക്ക് സ്പ്രൂസ് വേണം. സ്പ്രൂസിന് ഇവിടെ ഒന്നും കിട്ടി, ഇവിടെ ഇല്ല സ്പ്രൂസ്. നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയി എടുക്കാം സ്പ്രൂസ്. പിന്നെ നമ്മളിവിടെ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അതിനകത്തോട്ട് മറ്റേ നമ്മൾ ടൂൾസ് ഉണ്ടാക്കിയുള്ളൂ ഗോൾഡ് കൊണ്ട്. നമ്മൾ മറ്റേ ഗോൾഡ് കൊണ്ട് മറ്റേ ആർമർ സെറ്റ് ആക്കിയില്ല. ആർമർ നമ്മുടെ കയ്യിൽ കുറേ ഹെൽത്തുള്ള മറ്റേ അയൺ ആർമർ ഉണ്ട്, അതിന് അധികം ഹെൽത്തൊന്നും പോയിട്ടില്ല. നമുക്കിനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, നമുക്കിനി ഒരു ബോട്ടൊക്കെ ഉണ്ടാക്കണം. നമ്മളൊരു ചെസ്റ്റ് വിത്ത് ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് ഓടിച്ചുകൊണ്ട് നേരെ നമുക്ക് സ്പ്രൂസ് കണ്ടുപിടിക്കാൻ പോവാം. സ്പ്രൂസ് ഗൈസ്, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അടുത്ത എപ്പിസോഡിൽ പോവാം. ഇനി അതും കണ്ടുപിടിച്ച് പോയാൽ കുറേ സമയം പോകും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമുക്ക് ഈ കുറച്ച് സ്റ്റെയറൊക്കെ വേണം. നമുക്ക്
ഈ സ്റ്റെയർ പോലെ ഇത് നമ്മൾ ഇച്ചിരി കോപ്പിൾ സ്റ്റോണും കൊണ്ട് ഉണ്ടാക്കിയേക്കുവാ. ഇനി ആ സ്റ്റോൺ സ്മെൽറ്റ് ചെയ്തിട്ട് സ്റ്റോൺ കൊണ്ടുള്ള കുറച്ച് സ്റ്റെയറും ഉണ്ടാക്കണം. ഇതിൻ്റെ അകത്ത് നമ്മുടെ കയ്യിലുള്ള ആ സ്റ്റോണാണ് വെച്ചേക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.